നമസ്കാരം, ഞാൻ രഘു മാത്തൂരാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയാണ്. ചിഹ്നം തെങ്ങുംതോട്ടമാണ്. സ്വതന്ത്ര കർഷകരെ എല്ലാവരും കൂടിയിട്ടാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അതിൽ കുറേ പേര് പബ്ലിക്കായിട്ട്, പലവരും രഹസ്യമായിട്ടും നല്ല സപ്പോർട്ടാണ്. ഇതിൻ്റെ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകരാണ്. കർഷകർക്ക് സാമ്പത്തികം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 100 രൂപ ചാലഞ്ച് വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരും 100 രൂപ തന്ന് പങ്കാളികളാകുക. ഓരോ കർഷകരും പങ്കാളികളാകുക. തെങ്ങുംതോട്ടം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർഷക അവകാശം സംരക്ഷിക്കാൻ, സാധാരണക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ അന്നം തരുന്ന കർഷകന് ഒരു വോട്ട്, അന്നം തരുന്ന കർഷകന് ഒരു വോട്ട്. കേരളവും കേന്ദ്രവും മാറി മാറി ഭരിച്ചിട്ട് നമ്മുടെ കർഷകരുടെ ഒരു കാര്യത്തിന് നമുക്ക് രക്ഷയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൊയ്ത്ത് സമയമാണ്. നെല്ലെടുപ്പ് ഏകദേശം 40,000 കർഷകർ, 45,000 കർഷകരോളം പാലക്കാടുണ്ട്. ഒരു നെല്ലെടുക്കേണ്ടതിൻ്റെയോ മറ്റുള്ളതിൻ്റെ ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് വിഷമത്തിലാണ് കർഷകരിൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സ്വതന്ത്ര കർഷക സംഘടനകളെ എല്ലാവരും കൂടിയിട്ട് പാലക്കാട്ടിൽ എന്നെ സ്ഥാനാർത്ഥി നിർത്തിയത്. അന്നം തരുന്ന കർഷകന് ഒരു വോട്ട് തന്ന് വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വപ്നവിത്തെറിഞ്ഞു മണ്ണിൽ ചോരയാൽ നനച്ചതിന്റെ കതിര് കൊണ്ടു നാടി തന്നെ വേകിടും. കർഷകർ കടക്കണിയിൽ വീണു നൊന്തു കേണിടുന്നു. കാണേണ്ടവർ കണ്ണടച്ചിത നല്ലൊരു കല്ലറ എന്ന പോലെയാകിലും കല്ല് പോലെ നിൽക്കുന്നു സർക്കാർ, കല്ല് പോലെ നിൽക്കുന്നു സർക്കാർ.